തീരെ കുറഞ്ഞു പോയില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ. എന്ത് പറയാനാണ് സുഹൃത്തുക്കളെ. എനിക്ക് രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. പക്ഷേ ദോശ 2 ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല രീതിയിൽ അച്ചിങ്ങയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ, അതേപോലെ തന്നെ ക്യാരറ്റ് കറിയുണ്ട്, പിന്നെ ഒരു എഗ്ഗും ഉണ്ട്. ഫൈബർ, പ്രോട്ടീൻ, കാർബ് ഒന്നിനും ഒരു കുറവുമില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണോ നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാൻ. നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പണികൾ ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ അത്യാവശ്യത്തിന് ഫുഡ് കഴിക്കുക, എന്നിട്ട് മാക്സിമം അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കളയുക. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ വീട്ടിലെ പണി ചെയ്യുക. വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രീതി അനുസരിച്ച് ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്ക് കണക്ക് വെക്കുന്നുണ്ട്. അതും ഒരു വർക്കൗട്ടായിട്ട് എടുക്കുവാണ് കേട്ടോ. എൻ്റെ പോലത്തെ മടിച്ചുകൾക്ക് അതല്ലേ പറ്റത്തുള്ളൂ. ഞാൻ വർക്കൗട്ട് അന്ന് ഞാൻ ഭയങ്കര കാര്യത്തിന് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എന്തായാലും നിൽക്കാം, നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ തൊട്ടിട്ട് ഫ്രീ ആവും, അപ്പോൾ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ സെറക്കുട്ടിക്ക് ഞാൻ ദോശ ഉണ്ടാക്കാം എന്ന് കരുതി. അപ്പോൾ സെറക്കുട്ടിക്ക് നെയ്യിട്ടിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് നെയ് ദോശയും അതേപോലെ തന്നെ കുറച്ച് നമ്മളുടെ ചെറുപയർ കറിയും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും അതാണ് കേട്ടോ. അപ്പോൾ അവൾ ഉറക്കത്തിലാണ്, അവൾ എണീക്കട്ടെ, അപ്പോൾ അവളെടുത്ത് കഴിച്ചോളും. അവളുടെ കാസറോളിൽ ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. ഈ ദോശപ്പൊടി ഉള്ളത് ഭയങ്കര ഒരു ആശ്വാസമല്ലേ വീട്ടമ്മമാർക്ക്. ദോശപ്പൊടി, അതേപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ പൊടി, പിന്നെ അതേപോലെ തന്നെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ ദോശപ്പൊടിയും വെള്ളയപ്പപ്പൊടിയും ഭയങ്കര ഒരു ആശ്വാസമാണ്. എപ്പോൾ വേണമെങ്കിലും നല്ല ചൂടോടെ തന്നെ നല്ല എന്താ പറയുക നെയ്യൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ദോശ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല മുരിമുരി വെള്ളയപ്പം ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ മിക്കവാറും ഈ പൊടികൾ എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. കാരണം എൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിള്ളേർക്ക് ഇതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട വറുത്ത് കൊടുത്ത് അവർ ഓക്കെ ആയിരിക്കും. അതുകൊണ്ടിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് നമ്മളുടെ ചെറുപയർ കറിയിലോട്ട് പോവാം. അപ്പോൾ ചെറുപയർ കറിയിൽ ഞാൻ അത്യാവശ്യത്തിലധികം വെളുത്തുള്ളി ഇടും, പിന്നെ ചുവന്നുള്ളി ഇടും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അതാണ് മസാല. മെയിൻ ആയിട്ടുള്ള മസാല അധികം ഇടത്തില്ല. ലാസ്റ്റ് മാത്രം കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം മസാല അത്രയധികം പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ഫാമിലി ആണല്ലോ നമ്മളുടെ, അതറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കേണ്ട വന്നു. കാരണം നമ്മൾ പുഴുങ്ങി വെച്ചതിൽ അത്ര ഉപ്പ് കണ്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചെറുപയർ വളരെ നല്ല ഫുഡാണ് കേട്ടോ. അതൊക്കെ മാക്സിമം കഴിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഈ നല്ല രീതിയിൽ അതിലെ നല്ല പ്രോട്ടീൻ ചെറുപയറിലുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വൻപയർ, ഇതിലൊക്കത്തിലും നല്ല രീതിയിലുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം അമിതമാണല്ലോ രാവിലെ കഴിക്കുന്നത്. ചെറുപയർ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് കഴിക്കാം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ ചെറുപയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്കും കൂടെയുള്ള തയ്യാറാക്കിയിട്ടാണ് ചെറുപയർ ഉണ്ടാക്കി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുന്ന ഒരു സിസ്റ്റം അത്രയേ ഉള്ളൂ കേട്ടോ. ബിസി ലൈഫിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അപ്പം ചൂടുണ്ടാക്കി കഴിക്കണം നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് വരെ തയ്യാറായി എന്ന് വേണം പറയാൻ. ചോറിന് ചെറുപയർ കറിയുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ ഇതിരിക്കുന്നുണ്ട്, നമ്മളുടെ എന്താ പറയുക വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കറിയും കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഒരു കുറവുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പപ്പടം വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചു ഹാപ്പി, അത്രയേ ഉള്ളൂ. നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ സെറക്കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടോ. എനിക്ക് ഈ കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതിയാവുക കേട്ടോ. കാരണം നമ്മുടെ ഇവക്കുട്ടിക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ട്, രാവിലെ ക്ലാസ്സിൽ പോകണം. അപ്പം അവർ ക്ലാസ് തുടങ്ങിയല്ലോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയത്, എൻ്റെ ഉറക്കം പോവും. കാരണം എനിക്കും നേരത്തെ എണീക്കണം, കൊച്ചു എണീക്കുമ്പോൾ നമ്മളും എണീക്കണമല്ലോ. പക്ഷേ അത്ര ഭയങ്കര കാര്യമായിട്ടൊന്നും ഞാൻ എണീക്കത്തൊന്നുമില്ല. അവൾ എണീറ്റ് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. കാരണം അവൾ അറിവായ കുട്ടിയാണ്, അവൾക്ക് നമ്മൾ പുറകെ നടക്കേണ്ട കാര്യമില്ല. അവർ കേപ്പബിൾ ആവട്ടെ എന്നേ ഞാനും പറയത്തുള്ളൂ. അങ്ങനെ നമ്മൾ പുറകെ നടന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങോട്ട് അവർ ഒറ്റയ്ക്കാവാനുള്ളതാണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പോൾ അതിനിടയിൽ എനിക്ക് സാർ കിടക്കുന്നുണ്ട് കൊതിയായപ്പോൾ ഉണ്ടല്ലോ, ഞാനും മന്ദം ചെന്ന് അങ്ങോട്ട് കിടന്നു കേട്ടോ. ഒരുപാട് പണിയുണ്ട്, വീട് കിടക്കുന്ന കാണണം. പക്ഷേ എനിക്ക് ഉറക്കം വന്നു. ഞാൻ കുറച്ച് നേരം കിടന്ന് അങ്ങോട്ട് ഉറങ്ങാമെന്ന് കരുതി. അത് കഴിഞ്ഞ് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിച്ചു കേട്ടോ. തലയിൽ ഭയങ്കര തലക്കനം പോലെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചു. ഭയങ്കര ക്ഷീണം, ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കൊച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ ഞാൻ റൂമിലോട്ട് കയറ്റി. കാരണം നമുക്ക് പണി തുടങ്ങി. കാരണം നമ്മുടെ സാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ എനിക്ക് പുള്ളി ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ജനൽ തൊട്ടിട്ടില്ല. ഇനി ഞാനും കുറച്ച് തിരക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ പറ്റി, ജനലിലൊക്കെ പൊടി എന്ന് പറഞ്ഞ് എനിക്കറിയാമായിരുന്നു. കുറച്ച് ദിവസമായി എന്നിലുള്ള OCD പൊങ്ങി വരുമോ എന്ന് പേടിച്ച് ഞാൻ നടക്കുവാണ് കേട്ടോ. എനിക്കറിയാം, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജനലൊക്കെ തുറക്കുമ്പോൾ അവിടെ പൊടി കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു OCDയിലോട്ട് പോവാതിരിക്കാൻ ഞാൻ മാക്സിമം അത് ഇഗ്നോർ ചെയ്തു. പക്ഷേ ഈ ദിവസങ്ങളിൽ എൻ്റെ പിടി വിട്ടുപോയി. ഞാൻ തുടങ്ങി, നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങി, അല്ലാണ്ട് രക്ഷയില്ല. പക്ഷേ എനിക്ക് OCD ഇല്ലയെന്ന് ഇപ്പം ഞാൻ കൺഫേം ചെയ്തിട്ടോ. OCD ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സത്യം പറയാം എനിക്ക് മെൻ്റലായേനെ ഈ ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ. അപ്പം എൻ്റെ OCD ആയിരുന്നില്ല, അത്യാവശ്യം വൃത്തിയും വെടുപ്പും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് OCD എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് വൃത്തിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, വേറെ എന്ത് പറയാനാ.
അപ്പോൾ അതുകൊണ്ടിട്ട് ഇതേ കണ്ടോ ഇതിലൊക്കെ നിറച്ചും പൊടിയേട്ടോ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത പൊടി. അപ്പോൾ ഞാൻ കരുതി നമുക്കൊരു എയർ പ്യൂരിഫയർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു വെക്കണ്ടേ, ഇല്ലാന്നുണ്ടെങ്കിൽ ആസ്മ ഒന്ന് ചാകും ഇവിടെ കിടന്ന്, അത്രേ ഉണ്ടാവുള്ളൂ, അത്രയും പൊടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഇൻഡസ്ട്രിയൽ ഏരിയയൊക്കെ പോലെയൊരു അവസ്ഥയായിപ്പോയി ഇപ്പോൾ എന്നേ, ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര ഡയലോഗ് അടിക്കുമായിരുന്നു, എനിക്ക് വീട്ടിൽ അങ്ങനെ മെയ്ഡൊന്നും ഇഷ്ടമൊന്നുമല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തന്നെ ചെയ്യാവുന്ന പണിയുള്ളൂ. പക്ഷേ സത്യം പറയട്ടെ, ഇത് കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കായാലും മടുക്കും, അത്ര അധികം പൊടി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡൈനിങ് ടേബിൾ ഇന്നലെ രാത്രി ഞാൻ കിടക്കും മുന്നൊക്കെ ഒന്ന് ക്ലീൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തൂത്തിടാമെന്ന് കരുതി, കാരണം പിള്ളേർ ഈ സെരക്കുട്ടി വന്നിരുന്നിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യും, അപ്പം അവിടെ ഇവിടെയൊക്കെ തൂത്തും തുടങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്തു കേട്ടോ. എൻ്റെ പൊന്നു എല്ലാം ഞാനിപ്പോൾ സൂപ്പർ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്, കാരണം ഇവക്കുട്ടി നേരത്തെ വരും. കാരണം ഇന്ന് ആ മോക്ക് ഡ്രില്ലിൻ്റെ ദിവസം ആയതുകൊണ്ടിട്ട് അവർക്ക് നേരത്തെ ക്ലാസ് കഴിയും. അപ്പോൾ കൊച്ചു വരുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം, കാരണം അവൾക്ക് ചായയൊക്കെ കൊടുക്കണമല്ലോ, മറ്റേ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചായ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിപാടികൾ അങ്ങനെ പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ചിമ്മിനിയുടെ മുകളിലൊക്കെ നിറച്ചു, അതിലും അഴുക്കുണ്ട്. അതേപോലെ തന്നെ ആ ലാമ്പും എല്ലാം ഞാൻ തുടച്ചു കിട്ടും. നല്ല പൊടി വന്നിട്ടുണ്ടെന്ന്, ഒരു രക്ഷയില്ല പണ്ടാറം. എനിക്കാണെന്നുണ്ടെങ്കിൽ തുടച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടിട്ടാണെങ്കിൽ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്യുവാണ്, സൂര്യ കുഴപ്പമില്ല, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്താ പറയണത്, നമ്മൾ സെൽഫായിട്ട് നമ്മൾ പറയത്തില്ലേ, ഓ കുഴപ്പമില്ല പൊടിയൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറയുക. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിപ്പോവും ഞാൻ. ഭയങ്കര ലൈഫ് നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ, ഞാൻ ആവർത്തന വിരസത ഞാൻ ഉണ്ടാക്കുന്നില്ല കൂട്ടരെ. പിന്നെ അതിന് ശേഷം നമ്മളുടെ ആയുധം എടുത്ത് ഞാൻ ഇറങ്ങി കേട്ടോ. അതിനുശേഷം തുടച്ചു, അതൊന്നും ഞാൻ കാണിച്ചില്ല കാരണം സമയം വൈകി. പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ആയിരുന്നു വീടിനകത്ത്, നിറച്ചും പൊടി. അതിൻ്റെ പോലെ തന്നെ അപ്പം നമ്മൾ ആ പൊടി കാണുമ്പം എനിക്ക് മനസ്സിൽ ഭയങ്കര നെഗറ്റീവ്. അപ്പം ഞാൻ വീടൊക്കെ തുടച്ച് നല്ലൊരു അന്തരീക്ഷമായിട്ട് ഡെറ്റോളൊക്കെ ഇട്ടൊക്കെ ഞാൻ തുടച്ചു. അപ്പം നമുക്ക് വീട്ടിലൊരു ചിരാതിൽ കുറച്ച് നമ്മളുടെ എന്താ പറയണത്, ഗ്രാമ്പൂ ഇടും, ഒരു ഏലക്ക ഇടും, ഒരു പട്ട ഇടും, എന്നിട്ട് നമ്മൾ ഒരു കർപ്പൂരം ഇട്ടിട്ട് കത്തിച്ചു വെക്കും. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ വീടും കുറച്ചും കൂടി പ്യൂരിഫൈ ആവും, പിന്നെ നമ്മുടെ ഇന്നർ സോളിലും ഒരു സമാധാനം കിട്ടും. കാരണം ഇത്ര നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടായതല്ലേ, ഈ അമ്മച്ചിക്ക് എന്താ വേറെ പണിയില്ലേ, തള്ള വൈബാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് എന്ത് പറയാൻ. എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നത്. ഈ പ്രായത്തിലും നല്ല ചെറിയ പ്രായത്തിലും എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ വളർന്നിരിക്കുന്നതെല്ലാം നല്ല പ്രായമുള്ളവരുടെ കൂടെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എവിടെ വളരുന്നു ആ ശീലങ്ങൾ നമുക്ക് കുറച്ച് നമ്മുടെ ലൈഫിലോട്ട് വരുമല്ലോ. അപ്പം അതുകൊണ്ടിട്ടൊക്കെ, പക്ഷെ അവരൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ആ ലെവലിലോട്ട് മാറി, എക്സ്ട്രീമായി. പിന്നെ പ്രായങ്ങൾ മാറി വരുവാണല്ലോ. അപ്പോൾ പിള്ളേർ പറയാറുണ്ട്, മമ്മി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആകുമ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും അമ്മേനെയും കൊണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ കത്തിച്ച് വെച്ചു. അപ്പം നല്ല ഒരു കർപ്പൂരത്തിൻ്റെ മണവും പിന്നെ ഒരു സമ്പ്രാണിയും കൂടി കത്തിച്ച് വെച്ചു. സ്വസ്ഥം സന്തോഷമായിട്ടോ, വീട് മൊത്തം ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസം. ഇപ്പം നമ്മുടെ ഇവക്കുട്ടി എത്തി, ഈ സമയമൊക്കെ ആയപ്പോഴേക്ക് ഇവക്കുട്ടി എത്തി. അപ്പോൾ നമ്മുടെ സെരക്കുട്ടി ഇപ്പോഴാണ് കേട്ടോ ലഞ്ച് കഴിക്കുന്നത്. നമ്മുടെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ അവൾക്ക് വേറെ കറികളൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ചെറുപയർ മതിയെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ റിമോട്ട് ചോദിച്ചപ്പോൾ തന്നെ എടുത്തോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തലക്കിട്ടടിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ മറ്റേ നമ്മളുടെ ഇത് നോക്കുമായിരുന്നു, നമ്മളുടെ വാറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുമായിരുന്നു. അതിന് ശേഷം എനിക്കാണെന്നുണ്ടെങ്കിൽ ചായ കഴിച്ചപ്പോൾ ഒരു എരിച്ചിൽ വന്നു, ഇത്രയും പണിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, ആ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാമെന്ന് കരുതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ബിസ്ക്കറ്റ്, ജിഞ്ചറിൻ്റെ ഒരു ബിസ്ക്കറ്റാണ്. അത് വന്നിട്ട് സാം കൊണ്ടുവന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എൻ്റെ ടീ തന്നെ, ഞാൻ കട്ടൻ ചായയാണ് വൈകുന്നേരം കുടിക്കുന്നത്. അപ്പം ടീ തന്നെ ജിഞ്ചറും പിന്നെ അതേപോലെ തന്നെ ഏലക്കയും അങ്ങനെ ഗ്രാമ്പൂവും എല്ലാ സ്പൈസസും ഇട്ടിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ബിസ്ക്കറ്റും കൂടി ആകുമ്പം എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം. നമ്മുടെ ഗപ്പിക്ക് ഉണ്ടല്ലോ പുതിയ ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ, 6 അല്ലേ, 6 പുതിയത് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് വേറെ ബൗളിലേക്ക് ഇടാം. ബൗളല്ല, അതിൻ്റെ പറഞ്ഞ പേരെന്താടി, മറ്റേ ആ വട്ടത്തിലെ സാധനത്തിന് ബൗൾ, ഇതല്ല ബൗളല്ല, പോണിയോ, നമ്മൾ മറ്റേ ബുദ്ധനെ മാറ്റിയ സംഭവം, അതിലേക്ക് നമുക്കിടാം. അല്ലെങ്കിൽ ഒരുമിച്ചിടണ്ട, കാരണം ഈ കുഞ്ഞുങ്ങൾ ഓൾറെഡി ഇച്ചിരി വലുതായില്ലേ. അപ്പം ഇനി മറ്റേ കുഞ്ഞുങ്ങളെ ചിലപ്പം പറയാൻ പറ്റില്ലല്ലോ, അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിലോ. ഇവിടെ ഓരോ വീട്ടിൽ ജനിച്ചവർ തമ്മിൽ ഇടി പിടിക്കുന്നു. അപ്പൊ പിന്നെ തിന്നും, അത് തന്നെ നീയും വെച്ചിട്ട് തല്ലുപിടിക്കണ പോലെ അല്ലേ, അത് പിന്നെ എന്താണ് പറയാനുള്ളത്. അപ്പൊ യുദ്ധമൊക്കെ വരും, ഒരു പേടി അല്ലേ. അപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ മറ്റു ചെയ്യാൻ പോലല്ലേ, മോക്ക് ഡ്രിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. 4 മണിയായി.
പിന്നെ എന്താണ് എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ കുറച്ച് ഷോർട്ടാണ്, വേറൊന്നല്ല. ഞാനൊരു മെസ്സേജ് ചെയ്തിട്ടില്ല. എൻ്റെ നമ്മളൊരു ഫാമിലി മെമ്പറിന് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പം. ഇത് തന്നെ പ്രശ്നം, ടൈം മാനേജ്മെൻ്റ് ആണ് കുഴപ്പം കേട്ടോ. അപ്പോൾ കഴിയുന്നത്ര എന്താ പറയുക, പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ബൈ ബൈ, സി യു. അപ്പം സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ബൈ ബൈ, സി യു.